ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹവന്ദനം. നാം കഴിഞ്ഞ ദിവസങ്ങളിലായി ദൈവത്തിന്റെ രാജ്യവും സാത്താന്റെ രാജ്യവും അത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. വീണ്ടും നാം അവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം അതിന്റെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളതാണ്. ആ സ്വഭാവത്തെ കുറിച്ച് നാം പഠിച്ചാൽ ദൈവത്തിന്റെ രാജ്യത്തിൽ അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ് എന്ന് റോമാലേഖനം 14:17 നമുക്ക് കാണുവാൻ കഴിയും. അഥവാ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ജീവിത വിശുദ്ധിയിലും ആരാധിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് അത് സമാധാനമാണ്, അത് സന്തോഷം നൽകുന്നതാണ്, അത് പ്രത്യാശ നൽകുന്നതാണ്. ആ ദൈവ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിലെ മറ്റൊന്നിലുമല്ല അവർ ആനന്ദം കൊള്ളുന്നത്, അവർ സന്തോഷിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. എന്നാൽ മറുഭാഗത്ത് സാത്താന്റെ രാജ്യത്തില് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് ഈ ലോകത്തിലെ ഇമ്പങ്ങളുടെ പുറകെയാണ്. അവിടെ പറയുന്നത് 1 യോഹന്നാന്റെ ലേഖനം 2:15 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ ലോകത്തിലെ മോഹങ്ങളുടെ പുറകെ പോകരുത്, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അഥവാ സാത്താന്റെ രാജ്യത്തിലെ അവന്റെ സന്തോഷവും സംതൃപ്തിയും എല്ലാം ഈ ലോകത്തിലെ കാര്യാദികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവന്റെ പോക്ക് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം തുടങ്ങിയ അനേക കാര്യങ്ങളെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിന്റെ തത്വശാസ്ത്രങ്ങള് പലപ്പോഴും അത് ഒരു ദൈവ പൈതലിന് അനുകൂലമായിരിക്കത്തില്ല. ഈ ലോകത്തിന്റെ തത്വശാസ്ത്രങ്ങളാണ് അത് പലതും അങ്ങനെ നമുക്ക് കൊള്ളാവുന്നെന്ന് തോന്നുന്നുവെങ്കിൽ തന്നെയും അതിന്റെ പിന്നിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒത്തിരി വിഷലിപ്തമായ അനുഭവങ്ങളുണ്ട് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വശത്ത് നമ്മൾ നോക്കുമ്പോൾ ഉദാഹരണത്തിന് വൈദ്യശാസ്ത്രത്തെയും ഉദ്യോഗത്തെയും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൽ കൂടെയും ശത്രു അതിന്റെ മാലിന്യങ്ങള് കടത്തിവിടാറുണ്ട്. ഉദാഹരണത്തിന് ഒരു ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുവാൻ അല്ലെങ്കിൽ അബോർഷൻസ് നടത്തുവാൻ ഒക്കെ വൈദ്യശാസ്ത്രത്തെ പലപ്പോഴും പ്രേരിപ്പിക്കുന്നത് അങ്ങനെയുള്ളതാകുന്ന ഈ ലോകത്തിന്റെ ചില തത്വശാസ്ത്രങ്ങളാണ്. അതേപോലെ തന്നെ നാം കാർഷിക ശാസ്ത്രം പരിശോധിച്ചാൽ അവിടെ മദ്യവും മയക്കുമരുന്നുകളും പോലെയുള്ള ജീവനാശിനികളായ ഔഷധങ്ങളെ ഉൽപാദിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ പല നിലകളില് അവനെ തകർത്ത് കളയുന്ന ചില തത്വശാസ്ത്രങ്ങള് അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അഭക്തവും അതേപോലെ മാനസികവാദവുപരമായ തത്വശാസ്ത്രം വിപുലമാകുവാൻ അത് ഉപയോഗിക്കുന്നതൊക്കെ അവിടെയും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ അവൻ മാധ്യമങ്ങളെ പോലെയുള്ളതായ ആ കാര്യങ്ങൾ പലപ്പോഴും കയ്യിലെടുക്കാറുണ്ട്. ദൈവിക മാനദണ്ഡങ്ങളെ നശിപ്പിക്കുവാൻ വിവിധ മാധ്യമങ്ങളെയും സാത്താന് ഉപയോഗിക്കുകയാണ്. TV, ഇന്റർനെറ്റ് അതേപോലെയുള്ളതായ മാധ്യമങ്ങളിൽ കൂടി മൊബൈലിൽ കൂടി ഒക്കെ എത്രയോ കുഞ്ഞുങ്ങൾ അനുനിമിഷം അവന്റെ വലയത്തിൽപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് തന്നെ 3 പെൺകുഞ്ഞുങ്ങളാണ്, 16 വയസ്സ്, 14 വയസ്സ്, 12 വയസ്സ് ഒക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. അവർക്ക് തക്ക സമയത്ത് മൊബൈൽ കിട്ടാഞ്ഞതുകൊണ്ട് അവര് ഒരു ഉയർന്ന കെട്ടിടത്തിൽ നിന്ന് ചാകുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ എത്രയെത്ര മരണങ്ങള് ഈ ലോകത്തില് നടമാടിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഓർക്കുക, ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്.
2 തിമോത്തിയോസിന്റെ ലേഖനം 3 അന്ത്യകാലത്തെ ദുർഘട സമയങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഇതെല്ലാം വളരെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടി ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. ഒരു 10 25 വർഷത്തിന് മുമ്പുണ്ടായിരുന്നതായ ലോകമല്ല ഇന്നത്തെ ലോകം. അന്നുണ്ടായിരുന്ന അച്ചടക്കം, അന്ന് മാതാപിതാക്കളോടുള്ളതായ സ്നേഹം, ബഹുമാനം, ഗുരുക്കന്മാരോടുള്ളതായ സ്നേഹം, ഭക്തി, ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആത്മീയമായ നിലവാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ബോധിച്ചതുപോലെ ഒക്കെ മനുഷ്യൻ ജീവിക്കുന്നു. കുടുംബ ജീവിതങ്ങള് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലിവിങ് ടുഗദർ പോലെയുള്ളതായ ആ അപരിഷ്കൃതമായ അവസ്ഥയിലേക്ക് മനുഷ്യനെ തരം താഴ്ത്തിക്കൊണ്ട് ശത്രു കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ദൈവരാജ്യം ശാശ്വതമാം ആത്മസന്തോഷം, ദൈവരാജ്യം ശാശ്വതമാം ആത്മസന്തോഷം നമ്മൾ പ്രാപിപ്പതോ പാർത്തലത്തിൽ എത്ര മാഹാത്മ്യം, നമ്മൾ പ്രാപിപ്പതോ പാർത്തലത്തിൽ എത്ര മാഹാത്മ്യം. ദൈവരാജ്യം ശാശ്വതമാം ആത്മസന്തോഷം നമ്മൾ പ്രാപിപ്പതോ പാർത്തലത്തിൽ എത്ര മാഹാത്മ്യം. പാതയേറെ താണ്ടിടേണം, ത്യാഗമേറെ സഹിക്കേണം, സ്വർഗവാസമാസ്വദിച്ചിടാൻ. പാതയേറെ താണ്ടിടേണം, ത്യാഗമേറെ സഹിക്കേണം, സ്വർഗവാസമാസ്വദിച്ചിടാൻ. നവരത്ന കിരീടധാരിയാമെന്റെ കാന്തനൊപ്പം യുഗായുഗമാനന്ദിപ്പതെന്തു ഭാഗ്യമോ. നവരത്ന കിരീടധാരിയാമെന്റെ കാന്തനൊപ്പം യുഗായുഗമാനന്ദിപ്പതെന്തു ഭാഗ്യമോ. ദൈവരാജ്യം ശാശ്വതമാം ആത്മസന്തോഷം നമ്മൾ പ്രാപിപ്പതോ പാർത്തലത്തിൽ എത്ര മാഹാത്മ്യം. കണ്ണുനീരിൽ തളരാതെ, ശോധനയിൽ പതറാതെ, ക്രൂശെ നോക്കി യാത്ര ചെയ്തിടാം.